ഗൈസ്, എൻ്റെ പേര് റിയാസ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാക് മിനിയാണ്, 2012 മോഡൽ. പിന്നെ ഒരു ഡെല്ലിൻ്റെ 24 ഇഞ്ച് മോണിറ്റർ, പിന്നെ ഒരു സെക്കൻഡ് മോണിറ്റർ ഉണ്ട്, ബെൻക്യൂടെ ഒരു മോണിറ്റർ. അപ്പോൾ നോർമലി നമ്മൾ ഈ വ്ളോഗുകളൊക്കെ ഇടാൻ ശ്രമിക്കുക ഒരു വീക്കിലി ബേസിസ് ആയിരിക്കും. അപ്പോൾ ഒരു വീക്കിലിയുള്ള പ്രോസസ്സുകളൊക്കെയാണ്, പ്രൊജക്റ്റുകൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനതിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്യുന്നൊരു പ്രൊജക്റ്റ്, ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു 8 വർഷത്തിന് മുകളിലായിട്ട് സൗദിയിലുണ്ട്. അപ്പോൾ സൗദിയിലുള്ള ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് നല്ല ബ്രാൻഡുകളുണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകൾ. എസ്പെഷ്യലി ഒരു ഡയറി പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അൽമറായി എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. പിന്നെ നമ്മൾ ഐഫോണ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസ്, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു ബ്രാൻഡ്, വേറെ 2-3 ബ്രാൻഡുകൾ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡുകളൊക്കെ നമ്മൾ ഒരു മലയാളം വേർഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളൈറ്റ്സ് ഏകദേശം ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിലേക്കും കൂടി ഈ ബ്രാൻഡുകളൊക്കെ ഒരു റീജിയണൽ ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണിത്. അപ്പം എക്സ്ട്രാ എന്നുള്ള സ്റ്റോറാണ് ഞാൻ ആദ്യം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒറിജിനൽ ലോഗോ വരുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്ലൂ കളറിലുള്ള എഴുത്താണ് വരുന്നത്. പിന്നൊരു യെല്ലോ, ഒരു എക്സിനെ ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ആയിട്ടുള്ള എക്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അറബിയിൽ അതിൻ്റെ കാ എന്നുള്ള ഒരു സെയിം പ്രൊനൗൺസിയേഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇംഗ്ലീഷിനെ മാറ്റിയിട്ട് ഞാൻ ഒരു മലയാളം വേർഷൻ ചെയ്തതാണ്. മലയാളത്തിലാവുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ഒരുപാട് സ്കെച്ചുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കൽ മെയിൻലി പേനും പേപ്പറാണ്. പിന്നെ അത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ആക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടറൈസ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. അതിലൊരുപാട് എന്താ പറയുക മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവർ ഫിസിക്കൽ സ്റ്റോറിൽ ആ ഒരു സൈൻ ബോർഡ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചെറിയൊരു എന്താ പറയുക കൺസെപ്റ്റാണിത്. ഇത് ഓൾറെഡി ഗൂഗിളിൽ നിന്നുള്ളൊരു ഇമേജാണ്. ഈ ഇമേജിനാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടായത്. പിന്നെ നമ്മളെ ഒരു ഐഫോണ് അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്റ്റുകളൊക്കെ പൊതുവെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സ്റ്റോറുകളാണ് എക്സ്ട്രായും ജെരിയറൊക്കെ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ എയർപോർട്ടിൻ്റെ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പരസ്യത്തിന് മലയാളത്തിലേക്കൊന്ന് വിവർത്തനം ചെയ്താണിത് ഇങ്ങനെ വരുന്നത്. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള മലയാളത്തിലും അറബിയിലൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനും സ്റ്റാൻഡ് അലോണായിട്ട് മലയാളത്തിൽ മാത്രമുള്ളൊരു വെർഷനും കൂടിയൊക്കെ അതിലുണ്ട്. ഒരു ഇൻവേഴ്സ് കളറിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ ലെറ്റ്സ് സേ നമ്മളവരെ യൂണിഫോമോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയൽസോ ബ്രാൻഡ് അസറ്റുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജെമിനി ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ChatGPT ഒക്കെ വെച്ചിട്ട് നമ്മളതിൻ്റെ ഒരു മോക്കപ്പ് ജനറേറ്റ് ചെയ്താണത്. അപ്പോൾ ആ ഒരു കളറും ഇതിനെ മലയാളത്തിന് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ കൺസെപ്റ്റുകൾ, ഡിസൈനുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം എന്നുള്ളതാണ്. ഇനിയും വീഡിയോയിൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ഓൺ ചെയ്യുന്നതാണ്. സോ മേ ബി അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഓഫീസിൽ നിന്നുള്ള ഒരു ആസ്പെക്ട്സിലായിരിക്കും. ഓഫീസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ കാണിക്കാൻ. നിങ്ങൾക്ക് ഇതേപോലെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്.
അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് DM ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ കാണാം. ഗുഡ് മോർണിംഗ് എവരിബഡി. സമയം 5:30 കഴിഞ്ഞു. മോർണിംഗ്. അപ്പോൾ കേസ് നമ്മളെ ഓഫീസിലത്തെ ഒരു റൊട്ടീൻ എന്ന് വെച്ചാൽ മോർണിംഗ് എത്തിയ ഉടനെ തന്നെ നമ്മൾ പ്രോബബ്ലി ചെയ്യാൻ പോകുന്നത് ഇമെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. കമ്പ്യൂട്ടർ ഓണാണല്ലേ, ചാർജ് ചെയ്യാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഫൈലാണ്, കമ്പനി ചെയ്യാനുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ അതിന് തിരക്കുകളുണ്ടാവും മോർണിംഗ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഒരു ലോഗോൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ റിവിഷൻസും കാര്യങ്ങളും സ്കെച്ചുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അതായിരിക്കും ഒരു ആഫ്റ്റർനൂൺ ഉണ്ടാവുക. അപ്പം ഇതൊക്കെയാണ് ഓഫീസിലൊരു ഡേ ഉണ്ടായിരിക്കുക. അപ്പം ഞാനത് കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എഡോബിനെ കസ്റ്റമർ സപ്പോർട്ട് നമ്മളെ കമ്പ്യൂട്ടർ റിമോട്ട്ലി കണക്ട് ചെയ്തിട്ട് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടെന്നുള്ള ഞാൻ ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. എനിവേ നോക്കാം. ഇതാണ് എഡോബിൻ്റെ റിമോട്ട് സപ്പോർട്ട് ടീം. അവർ നമ്മളെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോഷോപ്പ്, എൻ്റെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് Mac OS വെഞ്ചൂറയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഡോബ് പൈസ എടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ ടീം നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ വേർഷന് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ റിമോട്ട്ലി ആക്സസ് ചെയ്യണം അവർ, മറ്റേ ആ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്യാൻ. എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ എഡോബിൻ്റെ ഫോട്ടോഷോപ്പ് 2021 യൂസ് ചെയ്തിരുന്നത്. സോ എനിക്ക് അതിൽ കൂടി കുറച്ചുകൂടി ബെറ്റർ വേർഷൻ വേണം. പൊതുവെ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് സ്കെച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അത് കുറേ സ്കെച്ചുകൾ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ്. ഞാനൊക്കെ സ്കെച്ച് ചെയ്തപ്പം റഫായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, കുറേ പൂത്തുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് ഷേപ്പുകൾ വരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് പിന്നെ വെക്ടറൈസ് ചെയ്യാൻ നോക്കും. ലോഗോൻ്റെ ഒരു പ്രോസസ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് കാണുമ്പോൾ എല്ലാം സത്യമാകുന്നില്ല. സോ
അതൊക്കെയാണ്. പിന്നെ നമ്മളോരോ കഥകളൊക്കെ ഉണ്ടാക്കും, അങ്ങനെ ബേസ് ചെയ്തിട്ട് കൺസെപ്റ്റുകൾ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു മറീന ഉണ്ടാക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ ഞാൻ പോലും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ലോഗോസാണ്. അത് സ്കാൻ ചെയ്തിട്ട് അതിനെ വെക്ടറൈസ് ചെയ്തതാണ് ഇതൊക്കെ കാണുന്നത് നിങ്ങൾക്ക്. സോ അതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ ഇതും അതുതന്നെ ഒരു ബ്ലൂ കളറിലാണ്, മറീനയാണ്. അപ്പോൾ കടൽ, സ്കൈ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ വേറെ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിതാണ്. ഇത് വേറെ കൺസെപ്റ്റ്. പിന്നെ അതിൻ്റെ കുറച്ച് മോക്കപ്പുകളൊക്കെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. ഇത് കുറച്ച് ഭയങ്കര സിമ്പിളായിട്ടൊരു സംഭവം. വൈ എന്നുള്ള അക്ഷരത്തിനെ ആണ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യാട്ടുകളൊക്കെ, ബോട്ടുകളൊക്കെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ഇങ്ങനെ ആയിക്കാരം, അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കോർത്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അതും പിന്നെ വൈ ലെറ്റർ എന്നുള്ളതും ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എസ്പെഷ്യലി ഇതിലുള്ളത് നമ്മൾ ആങ്കർ ചെയ്യണ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെ പതുക്കെ ഒന്നിൽ ടിൽറ്റ് ചെയ്താൽ ആ ഒരു ഷേപ്പ് വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് യെസ്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ്. ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. That makes sense. We will not have people doing random things. Okay, perfect. Because we are recording the session. We show you Spotify's another project that we did. It was called Spotify Icon. അപ്പോൾ ഇന്നലെ നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനത്തെ വെബിനാർസൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്, കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടാനും കൂടുതൽ സംഭവങ്ങൾ പഠിക്കാനൊക്കെ. അപ്പം അങ്ങനെ അയാളുടെ കുറച്ചൊരു പോർട്ട്ഫോളിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതായിരുന്നു. സോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം അയാളുടെ ഡിസൈനുകൾ പലതും ഒരു ജെൻസി ആയിട്ടുള്ള കുറച്ച് ഒരു അയാൾക്കൊരു പേഴ്സണലി അയാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് കുറേ എന്താ പറയുക, കാലിഗ്രഫി അല്ലെങ്കിൽ അയാൾക്ക് ഇല്ലുസ്ട്രേഷൻസ്, കുറച്ച് ഫങ്കി ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള സംഭവങ്ങൾ, ഭയങ്കര പെർഫെക്റ്റ് അല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ മൂപ്പര് ഒരു ആർട്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ. അത് കൊള്ളാം. അങ്ങനത്തെയും ആളുകളുണ്ട്. എല്ലാം ഫ്രഷായി, എല്ലാം ഭയങ്കര എന്താ പറയുക, മിനിമലായി. അവിടെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവുള്ള ആളുകളുണ്ട്, അങ്ങനത്തെ ടേസ്റ്റുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ആൾക്കാർ അങ്ങനത്തെ ആർട്ട് വർക്കിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഓക്കെ നമ്മളിതാണ് സംഭവം എന്നൊക്കെയുള്ള, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ ഏതൊരു ആർട്ടിനും അതിൻ്റേതായിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഡിയൻസും അതിൻ്റെ കൾച്ചറിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ സൗദിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ സൗദിയിൽ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട്, വലിയ വലിയ ഏജൻസികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി ഇപ്പോഴൊരു ലോക്കൽ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും വലിയ ഏജൻസികൾ വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പല ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. സോ ശരിയാണ്. നമ്മളിപ്പോൾ ഒരു ഇവിടുത്തെ ജിദ്ദയിൽ അൽബലദിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോക്കൽ ആർട്ടിസ്റ്റുകളെ കാണാം. ഇതാണ്. സോ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ലോക്കൽ ആർട്ടിസ്റ്റുകൾ അടിപൊളിയാണ്. അവർക്ക് ആ ഒരു കൾച്ചർ, അവർ ചെയ്യുന്ന ഡിസൈൻ തന്നെ ഒരു വേറെ രീതിയിൽ തന്നെയാണ്.
എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു അത്രത്തോളം അങ്ങോട്ട് കിടപിടിക്കാൻ കഴിയില്ല. അവരൊരു പേഴ്സ്പെക്റ്റീവ് വേറെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഡിസൈനുകൾ വേറെ. ഈവൻ എപ്പോഴും ഒരു മെയിലും ഫീമെയിലിൻ്റെ ഒരു ഇത് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മെയിലിൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ല ഫീമെയിലിൻ്റെത്. ഫീമെയിലിൻ്റെത് എനിക്ക് പല ഫീമെയിൽ ഡിസൈനേഴ്സിൻ്റെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അവരൊരു കാഴ്ചപ്പാട് തന്നെ വേറെയാണ്. ശരിയാണ്.